ആമേൻ. സന്തോഷമുള്ളവരെ കരമത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനസ്സിലേക്ക് നമ്മൾ ശ്രദ്ധയിച്ചിരിക്കാം. Let's turn our attention to the word of God. ഈ മാസം പരിശുദ്ധാത്മാവ് പറയുന്ന വചനം ആമേൻ സ്തോത്രം ചെയ്യുന്നു. മറ്റൊന്നുമല്ല, ആമേൻ pray for the hedge of protection around you. സ്പിരിച്വൽ ഗ്രോത്തിന് വേലി അത്യാവശ്യമാണ്. ആമേൻ. പലപ്പോഴും വേലിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ when you think about the hedge, we think about physical things. ഫിസിക്കൽ തിങ്സ് ഉണ്ട്, പക്ഷേ സ്പിരിച്വൽ തിങ്സിന് വളരെ അത്യന്താപേക്ഷിതമാണ് വേലി. നമ്മൾ കണ്ടു, we were looking through the scriptures before while we were explaining about Isaiah 53 that God builds his hedge around his cultivation, his garden. താൻ ഒരു ഗാർഡൻ നടുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി കല്ലൊക്കെ പൊറുക്കി കളഞ്ഞിട്ട് അതിന് വേലി കിട്ടും. he will build a hedge around it. വേലി അത്യന്താപേക്ഷിതമായി. ഇന്ന് പകൽക്കാലം ഓർക്കണം, ഫോർ യുവർ സ്പിരിച്വൽ ഗ്രോത്ത്. കർത്താവിന്റെ വേലി ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോകാനിടയായി തരും. നമുക്ക് ഒരു വചനഭാഗം വായിക്കാം. അതിനാധാരമായി ഈ ഉപവാസ പ്രാർത്ഥനയില് കർത്താവ് തന്ന വചനങ്ങള്, പ്രിയമുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ എൻകറേജ് ചെയ്യുന്നു. നിങ്ങൾ അവസരമെടുത്ത് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും സ്വന്തം അതിനുവേണ്ടി ഇരിക്കുകയും നിങ്ങൾ ചെയ്താല് ഒത്തിരി വിഷയങ്ങളുടെ കർത്താവിന്റെ ആത്മാവിന്റെ മറുപടി നമുക്ക് പ്രാപിപ്പാൻ കഴിയും. നമുക്ക് എടുക്കാം, 3-ാം സങ്കീർത്തനം എടുക്കാം. സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അതിന്റെ 1 മുതൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതിന്റെ 4 വരെയുള്ള വാക്യങ്ങൾ, 5 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. നമുക്ക് പ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയിൽ ജോസ് പാസ്റ്റർ ഉണ്ടായിരുന്നുകൊണ്ട് വചനത്തിൽ കൂടി അധികം സഞ്ചരിക്കാൻ കർത്താവിടെ, അല്ലെങ്കിൽ ഈ മാസം ഉണ്ടല്ലോ നമുക്ക് വാക്ക് ചെയ്യണം. ഈ മാസം നമുക്ക് സങ്കീർത്തനം 3-ാം സങ്കീർത്തനമായിരുന്നു. അതിന്റെ പ്രധാനമായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത് 3-ാമത്തെ വാക്യമാണ്. 3-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യമാണ് പ്രധാന വാക്യമെങ്കിലും നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 1 through സ്തോത്രം ചെയ്യുന്നു 5 വരെ നമുക്ക് വായിക്കാം. 5 അല്ലാണ്ട് 6 വരെ വായിച്ചാൽ. Lord, how are they increased that trouble me? Many are they that rise up against me. നോക്കണം, യഹോവയുടെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവര് അനേകരാകുന്നു. എവറി സൈഡിൽ നിന്ന് enemy is attacking the psalmist. വായിച്ചു അടുത്ത വാക്യം. Many there be which say of my soul, there is no help for him in God. അവര് വന്ന് പറയുമ്പോ അവനിനി ഹെൽപ്പ് ഇല്ല, അവന്റെ വഴിയെല്ലാം അടഞ്ഞു, she is going to be destroyed എന്ന് പറഞ്ഞ അനേകർ ഓടി അടുത്ത് വരും. അവർ പറയാം, അവർക്ക് ഇനി രക്ഷയില്ല, അവൻ ഇനി രക്ഷയില്ല എന്ന് അനേകർ എന്നെ കുറിച്ച് പറയുന്നു. വായിച്ചു അടുത്തത്. ശ്രദ്ധിക്കണം, സങ്കീർത്തനക്കാരന്റെ അറിവ് നോക്കണം. But thou, O Lord, art a shield for me, my glory, and the lifter up of mine head. ശ്രദ്ധിക്കണം, നീയോ യഹോവേ, മലയാളത്തിൽ ചൂട് നല്ലത്, എനിക്ക് ചുറ്റും. You are a shield around me. You are a fence around me. You have a hedge around me. നീ എനിക്ക് ചുറ്റും പരിചയം, എന്റെ ഗ്ലോറി, എന്റെ മഹത്വവും എന്റെ ഹെഡിനെ ലിഫ്റ്റ് ചെയ്യുന്നതിനുമാണ്. ഈ ഒരു മർമ്മം എപ്പോഴും ഭക്തർ മനസ്സിലാക്കണം. ഇന്ന് പകല് സ്പിരിച്വലി നിങ്ങൾ ഗ്രോ ചെയ്യണമെങ്കിലും God has to stand around you as a shield. നിനക്ക് ചുറ്റും ഒരു വേലിയായി നിൽക്കണം. നമ്മുടെയൊക്കെ ചിന്ത, ഞാൻ പറയട്ടെ, ഗോഡിന്റെ പ്രോവിഡൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രോവിഡൻസ് നമ്മൾ പലപ്പോഴും പറയും, ഞാൻ അവനെ സേവിച്ചു, ഞാൻ രക്ഷിക്കും. മർമ്മം പഠിച്ചാൽ, ദൈവത്തിന്റെ പരമാധികാരത്തെ സർവാധികാരത്തെ പഠിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കും, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോലും കാരണം ദൈവമാണ്. ഇത് തിരിച്ചറിയുമ്പോഴാ നമ്മൾ തന്നെ ബോസ്റ്റ് ചെയ്യത്തില്ല. ഓർത്തോളം, ബോസ്റ്റിംഗ് എന്ന് പറയുന്നത് വലിയ ഗ്രീവിയസ് സിന്നാണ്. നമ്മൾ വിചാരിക്കുന്നത് സ്വന്തം ചെയ്യുന്നു, ഈ വ്യഭിചാരം, അഡൾട്ടറി, മദ്യപാനം, മുറിക്കൂത്ത്, കൊലപാതകം ഭയങ്കര സിന്നായിട്ട് കാണുന്നു. പക്ഷേ ബോസ്റ്റിംഗ് ഇസ് എ ബിഗർ സിൻ. ജാഗോ പറയുമ്പോ പറയാ, ഞാൻ നാളെ ഇന്നടത്ത് പോകുമെന്ന് തീരുത്. If God's will, I will go tomorrow to that place. നമ്മൾ ഞാൻ നാളെ നമ്മളൊന്നും നോക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ നോക്കുമ്പോ, ദൈവമേ, the word of God അനുസരിച്ച് ഓരോ മൊമെന്റിലും I am just falling face down.
പിന്നെ എന്നെ നിൽക്കുമാറാക്കുന്ന എന്തോ കർത്താവേ, എന്റെ പ്രാർത്ഥനയോ ഞാൻ ചെയ്തതൊന്നുമല്ലേ. നിന്റെ ക്രൈസ്, നിന്റെ ഹെഡ്ജ, നിന്റെ വേലിയ, ഇതില്ലെങ്കിൽ ഞാൻ ദിവസം നിൽക്കുക പോലുമില്ല. അമ്മൻ വായിച്ച മോനെ അടുത്തത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ നല്ലതായിട്ട് പറയും, ചുറ്റും കേൾക്കുക, ആൾക്കാർ പറയുക, ആൾക്കാർ ഓടി എടുക്കുക, വൈരികൾ പെരുകുകയാ. അന്നേരം he speaking to himself, he speaking to God. Oh Lord Jehovah, thou art a shield about me, around me. Hallelujah. My glory and the lifter up of my head. Oh Lord, if you're not around me like a shield and a hedge, I will fall down. My head will be down, but you lift my head up. You're my glory. വായിച്ചോടുന്ന വാക്യം വായിച്ചാട്ട്. But 4. I cried unto the Lord with my voice, and he heard me out of his holy hill. നോക്കണം, അവൻ പരിചയായിരുന്നത് കൊണ്ട് I cried with my voice. ഞാൻ യഹോവയോട് നിലവിളിച്ചു. അവൻ പരിചയായി എന്റെ അടുത്തുണ്ടായിരുന്നത് കൊണ്ട് എന്നോട് അവൻ ഉത്തരം പറഞ്ഞു. ഇവിടെ നമ്മൾ വിശുദ്ധ പർവ്വതത്തിൽ നിന്നോട് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം. I laid me down and slept. അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. I awaked. ഞാൻ എഴുന്നേറ്റു. For the Lord sustained me. ദൈവം എന്നെ ഇന്ന് പകൽ ജോലിക്ക് പോകേണ്ടവർ, ഉറങ്ങേണ്ടവർ, ദൈവം താങ്ങുന്നത് കൊണ്ട് അവൻ എനിക്ക് പരിചയമായി. ഞാൻ കിടന്നുറങ്ങി, ഞാൻ എഴുന്നേറ്റു. ഇന്ന് പകൽ എന്നെ എഴുന്നേൽപ്പിക്കുന്നവൻ, ഉറക്കം തരുന്നവന്റെ ദൈവം. അടുത്ത വാക്യം വായിച്ചവനെ. I will not be afraid of 10,000s of people that have set themselves against me round about. എനിക്ക് ചുറ്റും, കാരണം എന്താ, പാളയമിറക്കിയിരിക്കുന്ന 1000 thousands of thousands people-നെ I won't fear. ഇന്ന് പകൽക്കാലം if fear is driving you, you need to know about it. God is your head. It is not nothing you do is helping you. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജ്ഞാനം മാറും, നമ്മൾ കർത്താവിനെ പിൻപറ്റുന്ന മാറും കംപ്ലീറ്റ്. ഞാൻ പറയുക, എനിക്ക് ചുറ്റും വിരോധമായി പാളാൻ ഇരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ നീത്തില്ല. അവൻ ഭയപ്പെടുകയില്ല. ഇന്ന് പകൽക്കാലം ഭയപ്പെടുത്താതെ വണ്ണം നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ശത്രുവിനെ ചെകിടത്തടിച്ച് തകർക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനുള്ള ബന്ധത്തിൽ നമുക്ക് ഈ മാസം ചില കാര്യങ്ങൾ വയനത്തിൽ കൂടി ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രിയമുള്ളവരെ, ബൈബിള് പഠിക്കുമ്പോൾ വേലിയെ കുറിച്ച് ആഴത്തിൽ ആദ്യം ഗ്രഹിക്കാൻ കഴിയുന്നത് അവൻ മോശ എഴുതിയ പുസ്തകങ്ങൾ ഒന്നാണല്ലോ ഇയ്യോബിന്റെ പുസ്തകം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നാണ് ആദ്യം വേലിയെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇയ്യോബിന്റെ പുസ്തകം എന്നെടുത്താട്ട് അതിന്റെ 1-ാം അധ്യായം മുതൽ നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായത്തില് അവൻ സ്വപ്നം ചെയ്യുന്നു. അതിന്റെ ഒരു 8 മുതൽ 5 ഒന്ന് വായിച്ചാട്ടെ. 1-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിച്ചു. പെട്ടെന്ന് തന്നെ നിർത്താം, 30 തന്നെ നിർത്താം. വായിച്ചാൽ. ഊസ് ദേശത്തെ ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. ഊസ് ദേശത്ത് ജോബ്. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവം. ശ്രദ്ധിച്ച്, അവൻ എങ്ങനെയുള്ളവനായിരുന്നു? നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും. ശ്രദ്ധിക്കണം, അവന്റെ ക്യാരക്ടറാണ് ആദ്യം. അവൻ യഹോവ ഭക്തനായിരുന്നു, നേരുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ഇനി നോക്കണം, അത് മാത്രമല്ല, ഹെഡ്ജ് ഉണ്ടെങ്കിൽ ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇന്ന് അനേകര് എവറിബഡി ഈസ് ലുക്കിംഗ് അറ്റ് ദ ഹെഡ്ജ് ആൻഡ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ്. പക്ഷെ ഞാൻ പറയാം, പുതിയ നിയമത്തിൽ നിങ്ങൾക്കും എനിക്കും ഭൗതിക നന്മകളല്ല പറഞ്ഞിരിക്കുന്നത്. സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ഇൻ ഹെവൻലി പ്ലേസസ്. ഇന്ന് നിങ്ങൾ ഓടി നടന്നിട്ട് ഈ മക്കളെ അനുഗ്രഹിച്ചാൽ നീ നിത്യതയിലേക്കൊന്നും കരുതിയില്ല. വാട്ട് യൂസസ് ഓഫ് നോയിങ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്പിരിച്വൽ വേ ഗ്രോത്ത് എപ്പോഴും സൂക്ഷിച്ചു നോക്കണം. മെറ്റീരിയലിസ്റ്റിക്കലി ഗോഡ് വിൽ ബ്ലെസ് യു. അത് ദൈവം സഹായിക്കും. ഇന്ന് അനേകര് ഇപ്പം 2-ാമതാണ്. അടുത്ത ഭാഗം വായിച്ചാട്ട് അടുത്തത് അതിന് വേറെ എന്തെല്ലാം ഉണ്ട്. അവന് 7 പുത്രന്മാരും. അവന് 7 മക്കൾ. വേലി കെട്ടുമ്പോൾ മക്കൾ ദൈവത്തിന് 7 മക്കള് ആ പുത്രന്മാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 കാളയും. 7000 ഫിസിക്കൽ ബ്ലെസ്സിംഗ് അല്ല, സെക്കൻഡറി വായിച്ചു. 500 പെൺകഴുതയും കഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അപ്പൊ നോക്കണം, വേലി ഉള്ളപ്പോൾ നിനക്കെല്ലാം ഉണ്ട്. നമ്മൾ പലപ്പോഴും ഈ വേലി ഫിസിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കും. ഞാൻ പറയും, ഇപ്പൊ ഈ വർഷത്തെ നമ്മുടെ ചിന്ത ഫിസിക്കൽ വിഷയമല്ല. ഗാഡ് ഈസ് ഏബിൾ. നിനക്ക് വായ തുറന്നെങ്കിൽ നിനക്ക് കഴിക്കാനുള്ള തരാൻ ആർക്കറിയാം? എന്റെ ദൈവത്തിനറിയാം. നിനക്ക് തലമുറയെ തന്നെ എന്റെ ഭാവിക്ക് കരുതാൻ എന്റെ ദൈവത്തിനറിയാം. ഇന്നെന്റെ വിഷയം, ഇന്ന് നീ മരിച്ചാൽ വുഡ് യു സ്പെൻഡ് യുവർ ലൈഫ് ഇൻ ഇറ്റേണിറ്റി? നിത്യതയിൽ
നിങ്ങളുടെ കാലം കഴിക്കും, അതാ ചോദ്യം. കാരണം the problem is this. എല്ലാവരും പറയും ഞാൻ വിശുദ്ധരായിരുന്നു. ഓക്കെ, who cares? ഞങ്ങൾ നോക്കിക്കൊണ്ടുവരാം. 25-ാം അധ്യായം മത്തായി സുവിശേഷം 10 virgins waited for the bridegroom. They all were virgins. Virgins പറഞ്ഞാൽ അഡൾട്ടറേറ്റ് ആയിട്ടില്ല, അവര് തന്നെത്താൻ മലിനീകരിക്കപ്പെട്ടിട്ടില്ല. They kept themselves separate and apart. അവര് വിളക്കുള്ളവരായിരുന്നു. They had lamp. അവർ നേരത്തെ എണ്ണ ഉണ്ടായിരുന്നു, കാരണം അവർ കാത്തിരുന്നു. അപ്പൊ വിളക്ക് അവിടെയും കത്തിയിരുന്നു. കുറച്ച് കഴിയുമ്പോ വിളക്ക് കെട്ടുപോയി. 5 പേര് ബുദ്ധി, അവർക്ക് എന്താണ്? ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് ദിവസം നീ വരണം. ചുമ്മാ കർത്താവ് ആത്മാവിനെ തരത്തില്ല. You have to tarry, wait. യേശു പറയുന്നു, wait and pray. You have to come into the presence of God. അതുകൊണ്ട് യേശു പറഞ്ഞു, do not leave Jerusalem. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാൽ മാത്രമല്ല, that's not. Jesus said, it's good I go, I'll ask of the Father and send you the Holy Spirit. ഈ ദിവസം പറയണം, പാസ്റ്റർ നമുക്ക് കാത്തിരിപ്പിയോഗം നടത്തണം. Let's sit down in the presence of God for the Holy Spirit. Because I need it. പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും രക്ഷിക്കപ്പെടാൻ പറ്റില്ല. You all got the Holy Spirit. കർത്താവിന്റെ ആത്മാവുണ്ടാവും എന്ന് പൽക്കാലം ആരാധനയ്ക്ക് വന്നു. പക്ഷെ that's not. അളവ്, Holy Spirit is God. അവന്റെ അളവ് ഭയങ്കരമാണ്. നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നെ അനുഗ്രഹിക്കാൻ Holy Spirit കഴിയും. പക്ഷെ ഇവിടെ 5 പേര് കന്യകമാരാണേലും നിങ്ങൾ ലാസ്റ്റ് നോക്കണം, അവരുടെ വിളക്ക് കത്തിയില്ല. അവര് ചോദിച്ചപ്പോ മറ്റൊരു കൊടുത്തുമില്ല. സോ ദേ വെന്റ് ഔട്ട് ടു ഗെറ്റ് ദ ഓയിൽ. തിരിച്ചു വന്നപ്പോ നോക്കിയ ദേ ആർ ഹോളി. അതുകൊണ്ടാണ് നിങ്ങളുടെ ഹോളിനെസ് ഒന്നുമല്ല. സ്പിരിച്വൽ ഗ്രോത്ത് ഇസ് ഇമ്പോർട്ടന്റ്. ദൈവ വഴി അറിയണം. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഞാൻ ഓക്കെ എന്ന് വിചാരിക്കും. അവിടെ ചെല്ലുമ്പോ ഇവിടെ പറയാ, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. Oh my God. ഈ മണവാളനെ അറിഞ്ഞ് മണവാളിന് വേണ്ടി സെറ്റപ്പാട്ട് ചെയ്ത് ഒരുങ്ങി കന്യകയായിട്ട് കർത്താവ് പറയാ, I never knew you. അതുകൊണ്ട് be careful. ഈ ആത്മാവ് ഈ വർഷം നമ്മൾ പഠിക്കുമ്പോൾ വേലി, ടോക്കിംഗ് അബൌട്ട് ഫിസിക്കൽ പ്ലസ് അതുണ്ട്. നമ്മൾ വായിച്ചു പോകുമ്പോൾ ഈ അനുഭവങ്ങൾ കാണുമ്പോൾ ആത്മീയ അനുഭവം വായിച്ചായിട്ട് അടുത്ത വാക്യം വായിച്ചു വെച്ചാൽ, അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. മഹാനായി അവൻ വെരി വെൽ നോൺ ആയി. വായിച്ചു. അവന്റെ പുത്രന്മാർ ഓരോരുത്തരും താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക. കുഞ്ഞുങ്ങൾ ഒത്തിരി പാർട്ടി ചെയ്യുന്നവരായിരുന്നു, ഒത്തിരി റിജോയ്സ് ചെയ്യുന്നവരായിരുന്നു. അടുത്തതാ, എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുന്നു. ശ്രദ്ധിക്കണമേ അമ്മയപ്പന്മാർ, ശ്രദ്ധിക്കണമേ. നിന്റെ കുഞ്ഞു പോകുമ്പോ നീ വിട്ടിട്ടങ്ങ് പുറകെ നിന്റെ അവർക്ക് വേണ്ടി നീ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ട് അവർ ദൈവകൃപയിലെ എന്ത് പ്രയോജനം? ഈ അപ്പനെ നോക്കണം. സമ്പത്തുണ്ടായാലും പിള്ളേര് പോയാ ആരാധിക്കുക. അപ്പം വിളിച്ച് അവരുടെ പേരിൽ ഓരോരുത്തരും യാഗം അർപ്പിക്കും. കാരണം എന്താ? അപ്പൻ എന്ത് ചിന്തിക്കുന്ന വായിച്ചേ എന്ന് പറഞ്ഞ ആളയച്ച് അവരെ വരുത്തി അവർ ഈ പാട്ട് ചെയ്യാൻ കൂടുമ്പോൾ ആ ഫണ്ടിനിടെ ദൈവത്തെ മറന്ന് വാഗുകൊണ്ട് പാപം ചെയ്ത് കാണുമോ എന്ന് പറഞ്ഞ് വിളിച്ചവരെ കൊണ്ട് യാഗം കഴിപ്പിക്കേണ്ട പോലെ അമ്മയപ്പന്മാരുടെ ഉത്തരവാദിത്വം അത്. അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നായി രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ഹോമയാഗം കഴിച്ച് ആരാധിക്കും. പിള്ളേരെ വരുത്തി ആരാധിക്കും എന്ന് ഓർത്തോണം. അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക മാത്രം അവരെ ദൈവസന്നിധി കൊണ്ടുവരുന്ന അവരുടെ കർത്തവ്യമാണ്. അങ്ങനെ നിന്നൊരു ഭക്തൻ, അതാ വേലിയുടെ ഗുണം. വേലി ഉള്ളപ്പം യു വിൽ ഡു വാട്ട് ദ റൈറ്റ് തിങ്സ് ആർ. വായിച്ചോടുത്തത് ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. അത് ഒരു ദിവസമല്ല, എല്ലായ്പ്പോഴും, എവറി ടൈം യു ഷുഡ് ഡു ഇറ്റ്. അത് യോബിന്റെ മഹത്വം കൊണ്ടല്ല, അതാണ് വേലിയുടെ പ്രത്യേകത. വായിച്ചോടുത്തത്. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധി. ഇനി പിക്ചർ മാറുക, ഹെവനിലോട്ട് പോകുക. അവിടെ അവൻ സീനിൽ ദൈവപുത്രന്മാരെല്ലാം ഗോഡിന്റെ പ്രസൻസിൽ ഇരിക്കാൻ വരികയാണ്. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ദൈവമുണ്ട്, ദൈവപുത്രന്മാരുണ്ട് സദസ്സിൽ. അവിടെ ഒരാളോട് ചെന്നു. അവിടെ വരിക സാത്താൻ. ചില കുരിശ് കാണിച്ച സാത്താനോട് പൊട്ടത്തരവാ. അതൊന്നും ആ മനുഷ്യൻ ഉണ്ടാക്കിയ ഓരോ പദ്ധതികളാ. കുരിശെല്ലാം കഴിച്ച അവന് പേടി യേശുവിന്റെ രക്തമാണ്. ക്രൈസ്റ്റ് died on the cross. ക്രൈസ്റ്റ് ആണ് അവന്റെ ഭയം. അവന്റെ ഗ്രിപ്പിനെ പൊട്ടിച്ച് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ബ്ലഡ്. ഇവിടെ സാത്താൻ ദൈവസന്നിധിയിൽ പോകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സാത്താൻ താൻ വെളിച്ചതൂതിന്റെ വേഷം വരെ ധരിച്ച് നമ്മുടെ മധ്യത്തെ വേണം നമ്മൾ പ്രസംഗിക്കും. ഒന്നാന്തരം പ്രീച്ച് നമ്മളെല്ലാം നന്നാവും. അതിനവന് നല്ലവണ്ണം അറിയാം. യേശുവിന്റെ അടുത്ത് അവൻ എങ്ങനെ പോയത്? സാത്താനും ദൈവസന്നിധിയിൽ ചെന്നു. ഇനി അവന്റെ ജോലി
അവൻ അപവാദം പറയും, അക്യൂസിങ് യു ആൻഡ് മീ. വായിച്ചോ, അടുത്ത വായിച്ചാട്ടെ. യഹോവ സാത്താനോട്, നോക്കണ ദൈവത്തെ നോക്കി, യഹോവയാം ദൈവം സാത്താനോട് ചോദിക്കുക, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, Where are you coming from എന്ന് ചോദിച്ചപ്പോൾ സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്നു എന്ന് ശ്രദ്ധിച്ചേ. ഡയറക്റ്റ് ഉത്തരമില്ല. നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടികൾ നമ്മൾ വിശുദ്ധമാര് പറയും, നീ എവിടെ നിന്ന് വരുന്നു, ഞാൻ എന്റെ അടുത്തുനിന്ന് വരുന്ന പറയും, ഞാൻ ഭൂമിയിലെല്ലാം കൂടെ എത്തും പിടിയും കൊടുക്കത്തില്ല, അതിനാ വെള്ളക്കള്ളം എന്ന് പറയും. ആരാ വെള്ളക്കള്ളം? ഇന്ന് വിശുദ്ധന്മാർ ഏറ്റവും കൂടുതൽ പറയുന്ന സത്യം പറയുകയില്ല, കള്ളമാണോ അതും അല്ല. നിന്റെ മിടുക്കത്തരമൊന്നും പോകില്ല, ഓർത്തോണം. അത് നീ പറയുമ്പോ തന്നെ സാത്താന്റെ സന്തതിയെന്ന് ഓർത്തോണം. ബൈബിൾ പറയുന്നു, പോഷ്കു പറയുന്നവർ ദൈവസന്നിധിയിൽ കയറത്തില്ല. മിടുക്ക തന്ത്രശാലികൾ നമ്മളെ. അയ്യോ, മനുഷ്യൻ അവന്റെ മനസ്സ് ഉണ്ടാക്കുന്ന കുരുക്കളത്രല്ല. നമ്മ സമയം എടുത്ത വായിച്ചു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്മേൽ നീ ദൃഷ്ടി ഇവൻ വരുന്ന എവിടുന്നാ? യോബിനെ സൂക്ഷിച്ചു നോക്കിയിട്ട് വരുക. അവനെ പോലെ നിഷ്കളങ്കനെ ശ്രദ്ധിച്ച് ദൈവം പറയുന്ന സാക്ഷ്യം നോക്ക്. അവനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ ഭൂമിയിൽ ആരുമില്ല. ഇത് ആരാ പറയുന്നത്? ഇനി നിങ്ങൾ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ. ദൈവം അവന്റെ ക്യാരക്ടറെ കുറിച്ച്, പൈസ ഉണ്ടെന്നല്ല പറഞ്ഞേ, അവൻ ഒത്തിരി ധനികനാണ്. ദൈവം പറഞ്ഞു, ദൈവമാ അവന്റെ ധനം. നമ്മുടെ എല്ലാം ധനം ദൈവമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന പൈസയോ ജോലിയോ അല്ല. സൂസൻ ഒരു ഞരമ്പ് പടച്ചപ്പോ കിടന്നുപോയി. അതുകൊണ്ട് പറയാം, കർത്താവേ, ദൈവസന്നിധി എനിക്ക് മതി, സെക്കൻഡറി ബാക്കിയെല്ലാം. എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം, എനിക്ക് സമ്പത്ത്, ഇല്ലായ്മയിൽ എടുത്തു തരുന്നത് ദൈവമാ. ഉടനെ ദൈവം സമ്പത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, മഹാനെ കുറിച്ച് പറഞ്ഞു, അവന്റെ ക്വാളിറ്റീസ് പറഞ്ഞു, അവന്റെ ഗുണവിഷയം. അടുത്ത വാക്യം ഉടനെ സാത്താൻ പറയുന്നത് കേട്ടോണേ. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ യോബ് ദൈവഭക്തൻ, നീ ക്വാളിറ്റി വെറുതെയാണോ? അവൻ ജ്ഞാനസമ്പൂർണനാണ് പിശാച്. അവനറിയാം ഇന്ന പകൽ ഞാനിവിടുന്ന് പ്രസംഗിക്കാൻ കാരണം എന്റെ മിടുക്കോ ഗുണോ ഒന്നും അല്ല കേട്ടോ. വേലി പൊളിച്ച മൂക്കടിച്ചല്ല, എല്ലാം അടിച്ചു താഴെ. ഐ ആം ടെല്ലിങ് യു സ്പിരിച്വൽ ഗ്രോത്ത്. അത് കരയണം. അപ്പൊ നമ്മൾക്ക് വേലി കെട്ടാൻ പറ്റില്ല, ദൈവത്തിനെ വേലി കെട്ടാൻ പറ്റുള്ളൂ. നമ്മൾ അടുത്ത് വരും. ഈ ദിവസങ്ങൾ നമുക്ക് പഠിക്കണം, എന്തുകൊണ്ട് എന്ത് ചെയ്താൽ നമുക്ക് അടുത്ത് വരാൻ പറ്റും. അവൻ സ്വന്തം ചെയ്യുന്നു. ഉടനെ പറയാ, വെറുതെയാണോ നീ അവന് ചുറ്റും എന്ത് ചെയ്തിരിക്കുന്നു? വേലി കെട്ടിയിരിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, പിതാവ് പറയുന്നേ, നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? യോ, നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി. ഓ ദൈവജനമേ, വേലി വേലി വേലി. നിന്റെ കുടുംബജീവിതത്തിന് ചുറ്റും വേലി. അവൻ നിന്റെ ആരോഗ്യത്തിന് ചുറ്റും വേലി വേണം, നിന്റെ മക്കൾക്ക് ചുറ്റും വേലി വേണം, നിന്റെ ഭവനത്തിന് ചുറ്റും വേലി വേണം, നിന്റെ തലമുറ ചുറ്റും വേലി വേണം. പിന്നെ അവനും തന്നെ പറഞ്ഞു, എന്താ ഭക്തനായിരിക്കുന്നേ, എന്താ നിഷ്കളങ്കനായിരിക്കുന്നേ, എന്താ നേരുള്ളവനായിരിക്കുന്നേ, എന്താ ദോഷം വിട്ടവൻ മാറാൻ കാരണം? യു ആർ ഹർട്ട് ലോർഡ്. അടുത്ത് പറയുന്നു, ഞാൻ മർമ്മം പറയാൻ ശ്രദ്ധിച്ചു. അടുത്തത്, നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ ബ്ലസ് ചെയ്തു. Every work he does. എന്താ മക്കൾക്ക് വേണ്ടി എഴുതുന്നത്? കാരണം നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചു. So he's automatically doing it. അവൻ ചെയ്തതല്ല കേട്ടോ, അവന്റെ പ്രവൃത്തിയെ ഗോഡ് ബ്ലസ് ചെയ്തപ്പോ ഓട്ടോമാറ്റിക് അവൻ ചെയ്യുന്ന കാര്യം. വേണ്ട, നമ്മൾ എത്ര നടന്നാലും ഞാൻ നടന്നു എന്ന് പറയാൻ നമുക്കൊരു ദൈവത്തിന്റെ പരമാധികാരം, സോവറൻറ്റി ഓഫ് ഗോഡ്. അന്നേരം അതുകൊണ്ടാ ദൈവം നമുക്ക് ബോസ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഭാവേ, നിന്റെ പ്രസാദത്താൽ എന്റെ പർവ്വതത്തെ ഉറച്ചു. യു മേഡ് മൈ മൗണ്ടൻ സ്റ്റാൻഡ് ഫേം ബൈ യുവർ ഫേവർ ലോർഡ്. ഇറ്റ്സ് നോട്ട് മീ പ്രേയിങ്. ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടത് കൊണ്ടൊന്നും അല്ല. അത് വേണം വേണ്ടെന്നല്ല പറയുന്നത്. ഞാൻ ഒരിക്കലും എന്റെ സെൽഫിനകത്തോട്ട് ബോസ്റ്റിങ്ങിലോട്ട് പോകരുത്. ദൈവത്തിന്റെ സോവറൻറ്റി നീ അറിയണം. സാധാരണ അവൻ പറഞ്ഞു, അവൻ സ്വന്തം നീ ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക. കരമൊന്ന് നീക്കിയ വേലി ഒന്ന് പൊളിച്ചൊന്ന് തൊടാൻ സമ്മതിക്കുക. അവിടെ പറയുന്ന നീ തൊടുക എന്ന് പറയുന്നത് പിശാചിന് തൊടാൻ പറ്റുമോ? അനുവദിച്ചാലേ പറ്റുള്ളൂ. അവൻ തൊടുമ്പോ അന്നേരവും പറയുന്നത് പിശാചി തൊട്ടൊന്നും പറയാൻ പറ്റില്ല, ദൈവം തൊട്ടെന്ന് പറയാം. ദൈവം അനുവദിക്കാതെ ഒരു ദോഷവും നമുക്ക് എന്ത് ചെയ്യത്തില്ല. പക്ഷെ ദൈവം അനുവദിക്കുന്ന ഒരു പർപ്പസ്. ഇതൊക്കെ തിരിച്ചറിയണം. ഈ മർമ്മങ്ങൾ ചുമ്മാ കേട്ടാൽ പ്രസംഗിച്ച് വരാം. യു സീ ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് സോ ഡീപ്പർ. ഞാൻ നിർത്താൻ പോവാ. വേലിയുടെ ഗുണം
സ്പിരിച്വലി ദിവസങ്ങളിൽ നടക്കാൻ നമ്മെ സഹായിക്കും. നിർത്തുക. നമ്മൾ പലപ്പോഴും വേലിയെ ആഗ്രഹിക്കുന്ന എന്റെ മക്കളെ സൂക്ഷിക്കണേ, അനർത്ഥം വരാതെ കാക്കണേ. ഈ കഴിഞ്ഞ ദിവസം രാത്രിയില് പരിശുദ്ധാത്മാവില് അവൻ പ്രിയദാസൻ പ്രസംഗിച്ചു. ഞാൻ എപ്പോഴും വചനം ഇങ്ങനെ കണക്ട് ചെയ്യും. കർത്താവ് തരുന്ന വചനം ജീവനുള്ള വചനമാണ്. അവിടെ പറയുമ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്, അവൻ സ്വന്തം ചെയ്യുന്നത് എഫെസോസിലെ വിശ്വാസികൾക്ക് യേശുവിനോടുള്ള സ്നേഹത്തെ കുറിച്ച് കേട്ടിട്ട്, വിശ്വാസത്തെ കുറിച്ച് കേട്ടിട്ട്, വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെ കുറിച്ച് കേട്ടിട്ട് പോൾ പ്രാർത്ഥിക്കുക. വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം. Ephesians chapter 1 verse 15 always down. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, കർത്താവേ അവൻ നിന്നെ കുറിച്ചുള്ള പരിജ്ഞാനം, ആ പരിജ്ഞാനത്തില് ജ്ഞാനത്തിന്റെയും റെവലേഷന്റെയും സ്പിരിറ്റിനെ കൊടുക്കണേ. അറിവ്, ജ്ഞാനം, വിസ്ഡം ആൻഡ് റെവലേഷൻ, so that you will see Lord it's not me. അങ്ങനെ വരുമ്പോൾ ഞാൻ കിടന്ന ആവശ്യമില്ലാത്ത തലവെച്ച് പിടിക്കുക, തലകുത്തി മറിയുക, ചാകരി ചെയ്യത്തില്ല. കാരണം എന്റെ ദൈവം എനിക്ക് കുടുംബം തന്നെങ്കിൽ, എന്റെ ദൈവം എന്റെ കുഞ്ഞുങ്ങളെ തന്നെങ്കിലും എന്റെ ഉത്തരവാദിത്തം അവന്റെ വഴിയിൽ നടക്കാനുള്ളതോ. ബാക്കിയുള്ളത് എനിക്ക് വേണ്ടുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് എന്റെ കാര്യം നടത്തും. ഞാനത് വിശ്വസിക്കുന്നു. നീ പരീക്ഷിച്ചു നോക്ക്. ഈ കഷ്ടം നിനക്ക് വരത്തില്ല. നീ തേജസ്സോടെ ശോഭിക്കും. ശുശ്രൂഷകൾ നീ വർദ്ധിച്ചു വരും. ജനം ഈ നഗരത്തിൽ വിടിവിക്കപ്പെടാൻ ഒത്തിരി ജനമുണ്ട്. നമ്മൾ ആരും ഒരു ജോലി, ഞാനിപ്പോ കർത്താവേ ഹില്ലോക്കിലെ 8 മണിക്കൂറിലെ ജോലി മാത്രം ചെയ്തിട്ട് ഫോക്കസ് ചെയ്യാൻ, ആത്മാക്കളെ ഫോക്കസ് ചെയ്യാൻ കൃപതാപ്പാ. ഞാൻ അതും ഇതും എല്ലാം കൂടുക. വീട്ടിലെ കാര്യം നോക്കണം. ഒപ്പം തന്നെ ആത്മാക്കൾ, തകർന്ന കുടുംബങ്ങൾ വിസിറ്റ് ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, എല്ലാവരെയും ദൈവം ബിസി, ശത്രു ബിസിയാക്കുക. കർത്താവോട് പറയാം, അവര് വേദി കേട്ട് ഞാൻ മടങ്ങി വരാം. ഒരിക്കലെ പീറ്റർ പറഞ്ഞു, ശ്രദ്ധിക്കും, പിശാച് നിന്നെ പാറ്റാം. How many times has permission? ഇന്ന് നീ പയറുപോലെ 12 അപകടമായിട്ട് ഇവനെ ചാടി ചാടി വെല്ലുപോലെ നിൽക്കുക. ഞാനെന്നെ ആരാണ്ട് ഓടിയാന്ന് ചിന്ത. അവനെ കഥാന്ന് പറഞ്ഞു, 12 ഞാൻ താക്കോൽ ഏൽപ്പിക്കുന്നു. അവന്റെ ഹോളിനെസ്സിനെ കർത്താവിന് ബോധം. പലവട്ടം പിശാചിനോട് അനുവാദം ചോദിച്ചു, നിന്റെ ഹെഡ്സ് ഒന്ന് പൊളിക്കുക. അപ്പൊ നിന്റെ ഫെയ്ത്ത് പോകുമ്പോന്ന് ഞാൻ ചിന്തിച്ചു. ഇന്നാരെങ്കിലും വിശ്വാസം പ്രാർത്ഥന വന്നിട്ടുണ്ടെങ്കിൽ, അയ്യോ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ പറയിരിക്കും, നിന്നെ അറിയാൻ, നിന്റെ വഴികൾ ആത്മീയത്തിൽ നിന്റെ ഇഷ്ടം പോലെ വളരാൻ ഏൽപ്പിക്കണം. കേട്ടിട്ട് ഗാനം പാടി തിരിഞ്ഞു പോകാം.